എന്തായാലും വോട്ടെടുപ്പ് കഴിഞ്ഞതോടുകൂടി UDF-ലും ചില മുഖ്യമന്ത്രി ആരാകുമെന്നുള്ളതാണ് ചർച്ചകളാണ് ഇപ്പോൾ വലിയ രീതിയിൽ നടക്കുന്നത്. മുഖ്യമന്ത്രി ആര്, ഉപമുഖ്യമന്ത്രി ആര് എന്നുള്ള ചർച്ചകൾ വലിയ രീതിയിൽ എന്തായാലും നടക്കുന്നുണ്ട്. എല്ലായിടത്തും നടക്കുന്നുണ്ട്. ആ വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. തെരഞ്ഞെടുപ്പ് ഫലം വരാൻ ദിവസങ്ങൾ ബാക്കി നിൽക്കെ മുഖ്യമന്ത്രി ഉപമുഖ്യമന്ത്രി ചർച്ചകളിൽ ചുറ്റിത്തിരിഞ്ഞ് UDF. മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി പരസ്യമായ അഭിപ്രായ പ്രകടനങ്ങളിൽ നിന്ന് പിന്തിരിയണമെന്ന അഭിപ്രായവുമായി കൂടുതൽ നേതാക്കൾ രംഗത്തെത്തിയിട്ടു. കോൺഗ്രസ് അതിലേക്ക് കടന്നിട്ടില്ല. അതിനൊക്കെ ഞങ്ങൾക്ക് ചില സംവിധാനങ്ങളുണ്ട്. 4-ാം തീയതി കഴിഞ്ഞാൽ ഹൈക്കമാൻഡ് തീരുമാനമെടുക്കും. അല്ല, അതൊക്കെ കോൺഗ്രസ് പാർട്ടി എടുക്കേണ്ട തീരുമാനമാണ്. അതുകൊണ്ട് ഞാൻ ഏകോപക്ഷമായിട്ടുള്ള അഭിപ്രായങ്ങൾ ആരും പറയുന്നത് ശരിയല്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. മാത്രമല്ല, അങ്ങനെ ചർച്ചയിലേക്ക് പോകുന്നതിന് ശരിയല്ല. ജനം എന്ത് പറയും? ഇവരെ ഞങ്ങൾ വിശ്വസിച്ച് ജയിപ്പിച്ചിട്ട് ഇതാ തുടങ്ങി എന്ന് പറയുന്ന ഒരു അവസ്ഥ ആരും ഉണ്ടാക്കരുത്. അത്രേ പറയുന്നു. കോൺഗ്രസ് പാർട്ടിയുടെ രീതി എന്താണ്? ജയിച്ച MLA-മാരുടെ ഉപദേശം ചോദിച്ചിട്ട് അവർ അവസാനത്തിൽ ഹൈക്കമാൻഡ് തീരുമാനമെടുക്കും. ഞങ്ങൾ ജയിച്ച മുഖ്യമന്ത്രി ഉണ്ടാവും. ആരാണ്, എവിടെയാണ്, ഏത് നഗരത്താണ് പറയാൻ ഒരു സാധ്യത. അനാവശ്യമാണ്. കാരണം ഞാൻ എപ്പോഴും പറയും, കെട്ടിടം കെട്ടിയ ശേഷമല്ലേ നമുക്ക് ഫേർണിച്ചർ മേടിക്കാൻ ആവശ്യമുണ്ട്. എന്തിനാണ് ഇപ്പൊ തന്നെ നിങ്ങൾ ഫേർണിച്ചറും കെട്ടിടമൊക്കെ മേടിക്കണം? വീട് കെട്ടത്തെ കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. മെയ് 4-ാം തീയതി അത് പൂർത്തിയാവും. പിന്നെ നമ്മൾ തീരുമാനിക്കും. അതേസമയം മുഖ്യമന്ത്രി ചർച്ചകൾ രമേശ് ചെന്നിത്തല തള്ളി. 25 ദിവസം ഇനിയും ബാക്കിയുണ്ട്. അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. കോൺഗ്രസ് ഹൈക്കമാൻഡ് യുക്തമായ സമയത്ത് യുക്തമായ തീരുമാനമെടുക്കും എന്ന് നമ്മളെല്ലാവരും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഞങ്ങൾക്ക് നല്ല ആത്മവിശ്വാസമാണ്. കേരളത്തിൽ UDF-ന് അനുകൂലമായ ഒരു തരംഗം ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. UDF-ന് വൻ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വരാൻ കഴിയും. നല്ല പിന്തുണയാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ലഭിച്ചിട്ടുള്ളത്. PD സതീശനെ പിന്തുണച്ച് പ്രതികരണം നടത്തിയ എറണാകുളം DCC അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസിനെ AI ഗ്രൂപ്പുകൾ തള്ളി. ഇന്ന് ഇക്കാര്യത്തിൽ പ്രതികരണത്തിന് മുഹമ്മദ് ഷിയാസ് തയ്യാറായില്ല. മുഹമ്മദ് ഷിയാസ് അദ്ദേഹത്തിന്റെ ശൈലിയിലാണ് കാര്യങ്ങൾ പറയുന്നതെന്നും അത് നിയന്ത്രിക്കാൻ പറഞ്ഞിട്ടുണ്ടെന്നും ഹൈബി ഈഡൻ പ്രതികരിച്ചു. അപ്പോൾ ഷിയാസിന്റെ ഒരു ശൈലിയാണത്. അത് ഞങ്ങളുടെ പ്രവർത്തകർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ശൈലിയാണ്. അത് ഷിയാസ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. പക്ഷെ കുറച്ചൊന്ന് കൺട്രോൾ ചെയ്യാൻ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഷഫീദ് റാവുത്തറുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, ഈ കോൺഗ്രസ് നേതാക്കളുടെ പരസ്യ പ്രതികരണങ്ങളെ പറ്റി നമ്മൾ പറയേണ്ടതില്ലല്ലോ. ഇപ്പോൾ മുഖ്യമന്ത്രി ഉപമുഖ്യമന്ത്രി ചർച്ചയിൽ പരസ്യ പ്രതികരണങ്ങൾ അത് വലിയ ചർച്ചയാകുന്ന രീതിയിലേക്ക് പോകുന്നു. ഈ എറണാകുളവും തിരുവനന്തപുരത്തും എല്ലാം ഇത്തരത്തിൽ മുഖ്യമന്ത്രി ആര് എന്നുള്ള ചർച്ചകളിലാണ് ഇപ്പോൾ UDF-ഉം കോൺഗ്രസും എല്ലാം, അല്ലേ? അനൂപ്, തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ഇക്കാര്യത്തിൽ, അതായത് കോൺഗ്രസിലെ മുഖ്യമന്ത്രി പദം സംബന്ധിച്ച് വലിയ തരത്തിലുള്ള ചർച്ചകൾ ഉടലെടുത്ത് നമ്മൾ കണ്ടതാണ്. അതിനുശേഷമാണ് സ്ഥാനാർത്ഥി പട്ടിക വന്നത്. സ്ഥാനാർത്ഥി പട്ടിക വന്നതിന് പിന്നാലെ K. സുധാകരൻ രമേശ് ചെന്നിത്തലയെ അനുകൂലിച്ച്, അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചതും PJ കുര്യന്റെ സമാന നിലപാടും കോൺഗ്രസിനകത്ത് വലിയ ചർച്ചയായതാണ്. അതിന് പിന്നാലെയാണ് അക്കാര്യത്തിലുള്ള പ്രതികരണങ്ങൾ ഒഴിവാക്കണമെന്ന് നേതാക്കൾ അനൌദ്യോഗികമായി തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും അക്കാര്യം ഒഴിവാക്കുകയും തെരഞ്ഞെടുപ്പിനെ നേരിടുകയും ചെയ്തു. എന്നാൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ വീണ്ടും എറണാകുളം DCC പ്രസിഡന്റ് ഷിയാസ് ആണ് ഇക്കാര്യത്തിൽ ഒരു ചർച്ച തുടങ്ങി വെച്ചത്. എന്നാൽ ഇക്കാര്യത്തിലെ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളുടെ പ്രതികരണങ്ങൾ നമ്മൾ കണ്ടു. AI ഗ്രൂപ്പുകളുടെ പ്രതികരണം നമ്മൾ കണ്ടു. KC ജോസഫിനെ പോലെയുള്ള വളരെ സീനിയറായിട്ടുള്ള നേതാവ് ഇങ്ങനെ ഒരു കാര്യം നിങ്ങൾ ഉന്നയിച്ചാൽ, അക്കാര്യത്തിൽ ചർച്ച നടത്തിയാൽ അത് ജനങ്ങൾക്ക് മുൻപിൽ തിരിച്ചടിയാകുമെന്നുള്ള പ്രതികരണം നമ്മൾ കണ്ടു. K. മുരളീധരനും ശശി തരൂരും സമാനമായ അഭിപ്രായമാണ് പറഞ്ഞത്. നിലവിൽ ഇപ്പോൾ കോൺഗ്രസ് വലിയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിലെത്തുമെന്നുള്ള ആത്മവിശ്വാസം അവരുടെ ക്യാമ്പിലുണ്ട്. ആ സാഹചര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ മുഖ്യമന്ത്രി പദത്തെ ചൊല്ലി തർക്കമുണ്ടാവുകയും ആ തർക്കം ജനങ്ങൾക്ക് മുൻപിൽ അവർക്കുണ്ടാകാൻ പോകുന്ന ജയത്തിന്റെ ശോഭ കെടുത്തും എന്നൊക്കെയുള്ള ഒരു വിലയിരുത്തലാണ് കോൺഗ്രസിനുള്ളത്. ആ സാഹചര്യത്തിലാണ് കോൺഗ്രസ് നേതാക്കൾ ഇക്കാര്യത്തിൽ വീണ്ടും ഒരു നിയന്ത്രണം വരുത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. മാത്രമല്ല, ഈ വിഷയത്തിൽ ഒരു പക്ഷേ വരും മണിക്കൂറുകളിൽ AICC-യുടെ നിയന്ത്രണം അല്ലെങ്കിൽ പരസ്യ പ്രതികരണം വിലക്കിയുള്ള നീക്കമൊക്കെ നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം. അനൂപ്, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.